ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഗരീഷ് അങ്ങടിപ്പുറം. നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് എങ്ങനെ വീട്ടിൽ ലൈവ് ഫുഡ് ഫ്രീ ആയി ഉണ്ടാക്കാം. അത് നമ്മളെ ബെറ്റാസിൻ്റെ കുഞ്ഞുങ്ങൾക്ക്, ഗപ്പിയുടെ കുഞ്ഞുങ്ങൾക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ലൈവ് ഫുഡാണ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, ആദ്യം വേണ്ടത് പഞ്ചസാര, ഈസ്റ്റ്, വാഴയുടെ ഉണങ്ങിയ വാഴല, പിന്നെ വൈക്കോല്. ഇത്രയും ഐറ്റംസ് മാത്രം മതി. നമ്മൾ എങ്ങനെയാണ് ഒരു ലൈവ് ഫുഡ്, ഇൻഫ്യൂസറിനേക്കാളും കുറച്ചുകൂടി വലിപ്പം കൂടിയ ഒരു ലൈവ് ഫുഡാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. മൊയിനല്ല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ഒരു 5-6 ദിവസം പിടിക്കും ഇത് ശരിയായി കിട്ടാൻ. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കൾച്ചർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു. ഇതിലേക്ക് നമ്മൾ കുറച്ച് പഞ്ചസാര, അത്രയും പഞ്ചസാര വേണ്ട, വളരെ കുറച്ച് പഞ്ചസാര. പിന്നെ വേണ്ടത് നമ്മളെ ഈസ്റ്റ്. ഇത് കുറച്ച് എത്ര മതി വീടിലേക്ക്, ഇതാ ഇത്ര ഈസ്റ്റ് മതി. എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് കലക്കുക. നന്നായിട്ട് ഇളകിക്കോട്ടെ. ഈസ്റ്റ് നന്നായിട്ട് കലക്കിയിട്ടുണ്ട്. ഇനി ഇതൊരു ഭാഗത്ത് വയ്ക്കാം. ഒരു അരമണിക്കൂറിൽ കൂടുതൽ നിന്നോട്ടെ. അപ്പോൾ അത് നന്നായിട്ട് ഫെർമെൻറ്റേഷൻ ആയിട്ടുണ്ടാവും. പഞ്ചസാര കിട്ടുന്നുണ്ട്. അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അതിൻ്റെ മുന്നേ നമുക്ക് വേറെ കാര്യം ചെയ്യുന്നത് ഈ ഒരു ബക്കറ്റിലാണ് നമ്മൾ കൾച്ചർ ചെയ്യുന്നത്. കുറച്ചുകൂടി വലിയ ബക്കറ്റാണെങ്കിൽ അത്രയും നല്ലത് കേട്ടോ. നമ്മളിപ്പോൾ വീഡിയോ ഡെമോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ കൾച്ചർ ചെയ്യുക. നമ്മൾ വലിയ ബേസിനോ ഒക്കെ എടുക്കാം. വലിയ ബേസിനൊക്കെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ഉണങ്ങിയ വാഴല 2-3 പീസ് ഇട്ട് കൊടുക്കുക. കുറച്ച് വൈക്കോല് അതും ഇതിലേക്ക് ഇറക്കി കൊടുക്കുക. ഇനി നമുക്കൊന്ന് മൂടി വയ്ക്കണം. അതിൻ്റെ മുന്നേ നമുക്ക് ഈസ്റ്റ് ഫെർമെൻറ്റേഷൻ ആവാണ്ട് അത് കാത്തിരിക്കുകയാണ്. നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് നോക്കി നോക്കാം. ഫ്രണ്ട്സ്, ഏകദേശം ഇപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, ഒരു നോരയൊക്കെ പൊന്തി കണ്ടില്ലേ, ഇങ്ങനെ വരണം. ഇതാണ് ഫെർമെൻറ്റേഷൻ ആവുക. അതിപ്പോൾ നമ്മൾ പഞ്ചസാര കൂടി ഇട്ടതുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഫെർമെൻറ്റേഷൻ ആയത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ സെറ്റാക്കി വെച്ച് അതിലേക്ക് ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് ഇളക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഫുള്ള് ഒഴിക്കേണ്ട, നമ്മൾ ഇത്ര ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. അത് മതി. പകുതിയോളം നമ്മൾ ഒഴിച്ച് കഴിഞ്ഞു. ഇനി ഇത് നമുക്ക് വെയിലും മഴയും കൊള്ളാത്ത ഭാഗത്ത് കൊണ്ടുവയ്ക്കണം. ഉറുമ്പ് കയറാതെ നോക്കണം. കാരണം പഞ്ചസാര ഒക്കെ ചേർത്തതാണ്. അപ്പോൾ ഉറുമ്പ് കയറാത്ത രീതിയിൽ നമ്മളത് സെറ്റാക്കി വെക്കണം. പക്ഷേ ഇത് നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് കൊതുക് വന്ന് മുട്ടയിടാനുള്ള ചാൻസ് 101%. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നന്നായിട്ട് മൂടി വെക്കണം. അതിന് വേണ്ടി ഞാനിപ്പോൾ കൊതുകിൻ്റെ നെറ്റ് വലൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ നന്നായിട്ട് കെട്ടി വെച്ച് വെയിലും മഴയും കൊള്ളാത്ത ഒരു ഭാഗത്ത് കൊണ്ടുവയ്ക്കുക. ഇത് ഏകദേശം ഒരു 5-8 ദിവസം കഴിഞ്ഞു. നമുക്ക് എന്താണ് അവസ്ഥ എന്നൊന്ന് നോക്കി നോക്കാം. അപ്പോൾ പാടൊക്കെ കെട്ടിയിട്ടുണ്ട്. നമ്മളൊന്നും ഇതുവരെയും ചെയ്തിട്ടില്ല, അനങ്ങാതെ വെക്കുകയായിരുന്നു. അപ്പോൾ വീടിൻ്റെ അകത്താണ് ഇപ്പോൾ കൊണ്ടുവച്ചില്ല, ജനലിൻ്റെ സൈഡിൽ. കാരണം നല്ല മഴയായിരുന്നു. അപ്പം നല്ല മഴ വീണ് കഴിഞ്ഞാൽ പുഴുക്കളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ തൽക്കാലത്തേക്ക് ഞാൻ വീടിൻ്റെ അകത്ത് കൊണ്ടുവച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് ഗ്ലാസ്സിലേക്ക് എടുത്ത് നോക്കി നോക്കാം. ഇന്നലെ ഇതിലുണ്ടാകുമെന്ന് അറിയണ്ടേ. അപ്പോൾ നമ്മൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ആ ഗ്ലാസ്സിൽ നമുക്ക് ഒരു വെള്ളം എടുക്കാം. നമുക്കൊന്ന് അതിൻ്റെ സൈഡിലൊന്ന് ടോർച്ച് അടിച്ചിട്ട് നോക്കി നോക്കാം എന്താണ് അവസ്ഥയിൽ നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ടോർച്ച് അടിച്ച് നോക്കിയിട്ടുണ്ട്. ഏകദേശം ഒരു 10-15 മിനിറ്റ് അങ്ങനെ വെയിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അത് ഇൻഫ്യൂസറി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മൾ കുറച്ച് ഇൻഫ്യൂസറിനേക്കാളും വലുപ്പമുള്ള ഒരു പ്രാണി ഉണ്ടാകുന്നതാണല്ലോ നമ്മളിതിങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഈ വൈക്കോലും ഈ പഞ്ചസാരയൊക്കെ വെച്ചിട്ടുള്ളത്. പക്ഷേ അത് ഉണ്ടായിട്ടില്ല. നമ്മളത് ഫെയിൽഡ് ആയതെന്ന് തോന്നുന്നു. പക്ഷേ അതിൽ നമ്മുടെ മൊയിനമാരിലൊരു പ്രാണി ഇപ്പോൾ വരുന്നുണ്ട് തോന്നുന്നു. കണ്ടോ, ഈ സൈഡിൽ ഇങ്ങനെ 2 എണ്ണത്തിനെ കണ്ടു. ഇപ്പോൾ ഇതിൽ എങ്ങനെ ഇതിൽ മൊയിന ഉണ്ടായി എന്ന് ഇങ്ങനെ ഒരു പ്രാണിയിൽ വന്ന് നമുക്ക് പിടിയും കിട്ടുന്നില്ല. കാരണം നമ്മൾ മൊയിനയുടെ ടാങ്കിലുള്ള ഒരു സാധനങ്ങൾ ഇതിലുള്ളിൽ ഉപയോഗിച്ചിട്ടില്ല. ബക്കറ്റ് വേറെയാണ്, ഇതിലേക്ക് ഉപയോഗിക്കുന്ന സ്പൂണൊക്കെ വേറെയാണ്. പക്ഷേ ഇതിൽ ഈ 2 മൊയിന എങ്ങനെ ചാടിപ്പോയതെന്ന് നമുക്കൊരു പിടിയില്ല. മൊയിനെ കൊടുക്കുമ്പോൾ ഞാൻ ചാടിപ്പോയാനുള്ള സാധ്യത കുറവാണ്. കാരണം അത് വേറെ ഭാഗത്താണ് വെച്ചിട്ടുള്ളത്. ഫുഡ് കൊടുക്കുന്ന ഭാഗത്തൊന്നും വെച്ചിട്ടില്ല. എന്തായാലും നമുക്ക് മറ്റത് പരാജയപ്പെട്ടെന്ന് തോന്നുന്നു. കുറച്ച് ദിവസം കൂടി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കി നോക്കാം. ഫ്രണ്ട്സ്, വീണ്ടും നമ്മളിപ്പോൾ തുറന്നു നോക്കാൻ പോവുകയാണ്. ഏകദേശം ഒരു 10-25 ദിവസം കഴിഞ്ഞു കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ തിരിഞ്ഞ് നോക്കിയില്ല. നമ്മളപ്പോൾ അതിൽ ഇൻഫോസറിൽ ഉണ്ടാവാതെ 8 ദിവസം കഴിഞ്ഞ് നോക്കിയോ. പിന്നെ 10-20 ദിവസം വേണ്ടി. അപ്പോൾ 1 മാസത്തിൻ്റെ മേലായി നമ്മളിപ്പോൾ തിരിഞ്ഞ് നോക്കാത്തത്. അപ്പോൾ അതിൻ്റെ മുകളിൽ അന്ന് നോക്കിയപ്പോൾ പാടയെ കിട്ടിയെന്ന്. ഇപ്പോൾ പാടയൊന്നും കിട്ടി ഇങ്ങനെ നോക്കുമ്പോൾ കാണാനില്ല. എന്തായാലും നമുക്കൊന്ന് തുറന്ന് നോക്കി നോക്കാം എന്താണ് അതിൻ്റെ അവസ്ഥ. ആ ഇൻഫോസറി ഉണ്ടായിട്ടുണ്ടോ നമുക്ക് നോക്കി നോക്കാം. എന്തായാലും ഇൻഫോസറി ഉണ്ടായാൽ നമുക്കൊരു പുതിയൊരു ഭാഗ്യമായി, പുതിയൊരു അടിപൊളി ഒരു ലൈഫ് ഫുഡ് കിട്ടും. നമുക്ക് നോക്കാം. നമ്മൾ അനങ്ങാതൊരു ഭാഗത്ത് വെച്ചിരിക്കുകയായിരുന്നുണ്ടോ, എന്താണ് ഇതെന്തപ്പോൾ ഇത്? എൻ്റെ ദൈവമേ, നമ്മളന്ന് 2 മൊയിനയിൽ കണ്ടത്. ഇപ്പോൾ ആ മൊയിന മൊത്തം പെരുകി. മൊയിന നല്ല അടിപൊളി കൾച്ചറായി. വെറും പഞ്ചസാര, വൈക്കോല്, പിന്നെ എന്തായാലും ഈസ്റ്റ് പിന്നെ കലക്കി ഒഴിച്ചിട്ട് പോലും ഇല്ല. അതാണ്. അപ്പോൾ നമ്മളത് ഫെയിൽഡായി. പക്ഷേ നമുക്ക് മൊയിനെ കിട്ടി.
ഇതുണ്ടോ, സൂം ചെയ്ത് കാണിച്ചു തരാം. ഇത് മൊയിനെ കണ്ടോ, ഇവിടെ നോക്കി മൊബൈലിൻ്റെ ഫ്ലാഷ് അടിച്ചപ്പോൾ ഒക്കെ വന്ന് കണ്ടില്ലേ. പാട കെട്ടിന്ന് പോയി. നേരത്തെ ആദ്യമൊക്കെ പാടുണ്ടായിരുന്നു, ഇപ്പോൾ പാട കെട്ടിൽ പോയി. ഇപ്പോൾ ഇത് ഫുള്ള് നമ്മുടെ മൊയിനെ വന്നിരിക്കുന്നു. അപ്പോൾ നമ്മളെ ഇൻഫോസൂരല്ല ഇപ്പോൾ നമുക്ക് കിട്ടിയത്, മൊയിനെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ കൾച്ചർ ഫെയിൽഡായിപ്പോയി. എന്തായാലും ഇത് നമുക്കൊരു ലക്ക് തന്നെയാണ്. അപ്പോൾ ഈ ബക്കറ്റിൽ നമ്മൾ അന്ന് ഒരു കൾച്ചർ ഇതുവരെയും ചെയ്തില്ല. മുമ്പ് കൾച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുട്ടകളൊക്കെ ഉണ്ടായിരിക്കാം. പിന്നെ വൈക്കോൽ പറഞ്ഞാൽ പുറത്തുനിന്ന് കൂടുന്ന വൈക്കോലാണ്. പിന്നെ ഉണങ്ങിയ വാല ഇപ്പോൾ എന്തായാലും എഗ്ഗ് ഇതൊക്കെ പുതിയ ഫ്രഷായിട്ട് എടുത്ത സാധനങ്ങളാണ്. നോക്കി നോക്കുക, ഇപ്പോൾ ഉണ്ടായത് നമ്മുടെ മൊയിനെ ഉണ്ടായത്. ഈച്ചക്ക ഭയങ്കര സ്മെല്ലുണ്ട് കേട്ടോ, നല്ല സ്മെല്ലുണ്ട്. അത് ഒരിക്കലും നമുക്ക് ഭയങ്കര സ്മെല്ലായിരിക്കും. അപ്പോൾ അകത്തൊക്കെ കഴിക്കുമ്പോൾ നല്ല സ്മെല്ലുണ്ടായിരിക്കും. വെള്ളം കുറച്ച് വറ്റിപ്പോയിട്ടുമുണ്ട്. ആദ്യം എത്ര വെള്ളം ഉണ്ടായിരുന്നു, ഇപ്പോൾ കുറച്ച് വെള്ളം വലിഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മൊയിനെ നന്നായിട്ട് വന്ന് നോക്കി നോക്കൂ, വൈക്കോലിൽ തനിയെ ഉണ്ടായത്. ഇതിപ്പോൾ ഇനി തനിയെ ഉണ്ടാണെന്ന് എനിക്ക് ഉറപ്പ് പറയില്ല. ആരും ഞാനും ചാടി കളിക്കാൻ വരണ്ട. ഇത് നമുക്ക് എന്തോ ഇതിൽ ഒരു ഇതുകൊണ്ട് നമുക്ക് കിട്ടി അല്ലാതെ പറയാൻ പറ്റൂ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ നോക്കി, അപ്പോൾ കിട്ടുകയാണെങ്കിൽ അത്രയും ഭാഗ്യമല്ലേ. പക്ഷേ നമുക്ക് ഇത് ഇങ്ങനെ ചെയ്ത് നമ്മൾ പിന്നെ മൊയിന കൾച്ചർ ചെയ്തതിൻ്റെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഒരുപാട് 2 മാസം 2.5 മാസം 3 മാസത്തിൻ്റെ അടുത്ത് ചെയ്തിട്ടാണ് നമുക്ക് ആ മൊയിന കൾച്ചർ കിട്ടിയത്. അത് കുറേ റിസ്ക് എടുത്ത് ചെയ്തതാണ്. പക്ഷേ ഇത് നമ്മളിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഇതിലിപ്പോൾ തന്നെ മൊയിന കൾച്ചർ ഉണ്ടായത് കണ്ടോ, നല്ല റെഡ് കളർ മൊയിന, ചെറിയ കുട്ടികളാണ്, വലുതല്ല, ഒക്കെ അവർക്ക് ഒരേ സൈസ് കണ്ടോ, എല്ലാം ഒരേ സൈസ് തന്നെയാണ്. പാട പോയി കാണാം, ഈ പാടമൊക്കെ അവർ ഈ മൊയിനെ തിന്നിട്ടുണ്ടായിരിക്കും. കൾച്ചർ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ഇൻഫോസൂരിനേക്കാളും വലിയൊരു കൾച്ചർ ചെയ്യാൻ ഉദ്ദേശിച്ചത്. പക്ഷേ നമുക്ക് കിട്ടിയത് മൊയിന, അതാണ് ഇപ്പോൾ ഉണ്ടായത്. ഒരിക്കലും പ്രതീക്ഷിച്ച് ചെയ്ത് മൊയിനെ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. മൊയിനെ കിട്ടുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ് കാരണം ഞാൻ ഇത് ചെയ്തത്. ഒരു മൊയിനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതേമാതിരി അനുഭവം, ഒരു മൊയിന ചാടി പോയി അതേമാതിരി ഒന്നിച്ച് പെരുകി പോകും നമുക്കറിയാം. അപ്പോൾ നമ്മൾ ഒന്നും നമ്മൾ മറ്റെവിടെയൊക്കെയുള്ള മൊയിന കൾച്ചറിലുള്ള ഒരു ഡോക്യുമെൻറ്റ്സ് അതിൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണങ്ങളും നമ്മൾ ഇതിലായിട്ട് യൂസ് ചെയ്തിട്ടില്ല. ഇതിലിപ്പോൾ നമ്മൾ അന്ന് ചെയ്ത 1 മാസം മുന്നേ ചെയ്ത ഈസ്റ്റും പഞ്ചസാരയും വൈക്കോലും വാഴലി മാത്രം ചെയ്തിട്ടുള്ളൂ. അതിൽ നിന്നാണ് നമുക്കിപ്പോൾ ഈ ഒരു മൊയിന കൾച്ചർ ഉണ്ടായത്. അപ്പോൾ നിങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കി നോക്കുക, ചിലപ്പോൾ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ലക്കായല്ലോ. മൊയിന കൾച്ചർ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുമല്ലേ. ഫ്രണ്ട്സ്, ഇത് കണ്ടിട്ട് ആരും ചെയ്തിട്ട് ഇത് മൊയിന കിട്ടിയില്ലെങ്കിൽ എന്നെ തെറി പറയരുത്. ഇത് നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കിട്ടിയതാണ് ഇത്രയും മൊയിന. എന്നാലും നിങ്ങൾ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചിലവൊന്നും കാര്യങ്ങളില്ലല്ലോ. നിങ്ങൾ വീട്ടിൽ വൈക്കോലോ വാഴയുടെ ഇലയോ ഒക്കെ ചെയ്തിട്ട് കുറച്ച് പഞ്ചസാര ഈസ്റ്റും കലക്കി കഴിഞ്ഞാൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് നല്ല ഇൻഫോസൂരിൻ്റെ കുറച്ച് വലുപ്പമുള്ളത് കിട്ടും. ഇല്ലെങ്കിൽ ഇതേമാതിരി നമുക്ക് പൊളിഞ്ഞു പോയാൽ അവിടെ മൊയിന കിട്ടും. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നോക്കുക. അപ്പോൾ എന്തായാലും നമ്മൾ പൊളിഞ്ഞൊരു വീഡിയോ ആയിപ്പോയി അന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ. അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ഒരു അടിച്ച് പൊളിച്ച് ആകെ പൊളിഞ്ഞൊരു വീഡിയോ ആയിപ്പോയി. അപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് നോക്കിയിട്ട് മൊയിനെ കിട്ടിയില്ലെങ്കിൽ എന്നെ തെറി വിളിക്കരുത്. കിട്ടുകയാണെങ്കിൽ കിട്ടും. ഇല്ലെങ്കിൽ നമ്മൾ മുമ്പ് ഒരു വർഷം മുന്നേ ചെയ്ത് കഴിഞ്ഞ മൊയിന കൾച്ചറിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ ചെയ്ത് നോക്കാം. അതൊരു 50% വിജയശതമാനം ഉണ്ട്. ഇതിപ്പോൾ എന്തോ ആയതുകൊണ്ട് നമുക്കിങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഇന്നത്തെ ഒരു പൊളിഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.